നക്ഷത്രമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെ ജലജയും അഭിയാണെങ്കിലും നമ്മളെ നയനെ കൊത്താൻ വേണ്ടി ഒരു പാമ്പിനെയൊക്കെ കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നല്ലോ അനന്തപുരിയിൽ. അപ്പം ആ പാമ്പ് കൂടെ നിന്നൊക്കെ ഇറങ്ങിപ്പോയി ഇപ്പോൾ അവിടെ വീടിനകത്തൊക്കെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞൊക്കെ നടക്കുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ നമ്മളെ ജലജയാണെങ്കിൽ അഭിക്കാണെങ്കിലും റൂമിലോട്ട് പോകാൻ തന്നെ പേടിയാവുക. അങ്ങനെയുള്ള അഭിയാണെങ്കിൽ CI സച്ചിദാനന്ദനെ വിളിച്ച് കാര്യമൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് സച്ചി പറയുന്നുണ്ട്, നീ എന്താ വില കാണിച്ചത്, നിൻ്റെ അടുത്ത് പറഞ്ഞതല്ലേ അതിൻ്റെ മുകളിലോട്ടൊക്കെ നീ റൂമിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്കും കാണാം അത് റൂമിലെങ്ങാനും ഉണ്ടെങ്കിൽ എന്താ ചെയ്യുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ഇവർ രണ്ടുപേരും ആണെങ്കിൽ പേടിച്ച് നിൽക്കുക. അങ്ങനെ ഈ ടൈമിലാണെങ്കിലും നമ്മളെ ജലജയാണെങ്കിലും റൂമിലെല്ലാം കിടന്നൊക്കെ തിരക്കുന്നുണ്ട് കേട്ടോ. കട്ടിലാണെങ്കിലും കട്ടിലടിയിലൊക്കെ ആണെങ്കിലും റൂം ഫുള്ള് അങ്ങനെ ജലജയും പേടിച്ചിട്ടാണെങ്കിൽ ജലജയുടെ റൂമിലാണെങ്കിലും ഫുള്ള് ഇങ്ങനെ നോക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ നവ്യ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നവ്യ ചോദിക്കുന്നുണ്ട്, അമ്മ എന്താ ഇങ്ങനെ കിടന്ന് നോക്കുന്നതെന്ന് പറയുന്ന സമയത്ത് ജലജ പറയുന്നുണ്ട്, എൻ്റെ ഒരു കമ്മലിൻ്റെ ആണി പോയി അത് ഞാനിങ്ങനെ നോക്കുക എന്നൊക്കെ പറയുമ്പം നവ്യ പറയുന്നുണ്ടോ, ഇപ്പോഴൊക്കെ സ്വർണ്ണത്തിനൊക്കെ എന്താ വിലയാണ്, ഇപ്പം നമ്മൾ വലിയ സ്വർണ്ണം കച്ചവടക്കാരാണെന്ന് പറഞ്ഞാലും നമുക്കാരും വെറുതെ ഒന്നും കൊണ്ട് തരത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നവ്യ പറയുന്നുണ്ട്. എന്നാൽ ശരി അമ്മ ഞാനും കൂടെ നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് നവ്യ ഇങ്ങനെ കട്ടിലടിയിലൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ജലജ ഇങ്ങനെ പറയുന്നുണ്ടോ, നിന്നെ കൊത്തിയാലും മതി, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ആ ഒരു ശല്യം ഞങ്ങൾക്ക് ഒഴിഞ്ഞു കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ ആ നവ്യയൊക്കെ കൂടെ അവിടെ നോക്കിയിട്ടൊന്നും അവിടെ കാണുന്നില്ല. കാണാത്തതുകൊണ്ട് നവ്യ ശരിയെന്നും പറഞ്ഞിട്ട് നവ്യ അങ്ങ് പോകുന്നുണ്ട്. ആ സമയത്താണെങ്കിലും നമ്മൾ നവ്യ റൂമിൽ ചെല്ലുന്ന ടൈമിൽ അഭിയാണെങ്കിലും അവിടെ മൊത്തം ഇങ്ങനെ നോക്കും. അപ്പം നവ്യ പറയുന്നുണ്ട്, നീ ഇനി ഇവിടെ കിടന്ന് എന്തോ നോക്കുന്നു, അപ്പുറത്ത് നിൻ്റെ അമ്മയുടെ റൂമിൽ പോയപ്പം അവരും അവിടെ എന്തോ ആണി പോയെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇപ്പം നീ എന്തോ പോയെന്ന് പറഞ്ഞിട്ട് നീ ഇങ്ങനെ കിടന്നൊക്കെ നോക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് അഭിയുടെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ നവ്യ. അങ്ങനെ നമ്മൾ നയനയുടെ ഒരു മധുരം കൊടുക്കലിൻ്റെ ചടങ്ങൊക്കെ അവിടെ നടക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിലും നമ്മൾ നന്ദു അങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ ജലജയാണെങ്കിൽ ഒരു പൂമാലയൊക്കെ കയ്യിൽ നിന്ന് എടുക്കുന്ന സമയത്ത് ആ മാല അങ്ങ് തറയിൽ വീഴുന്നു പോകുന്നുണ്ട്. അപ്പം നമ്മൾ ജലജയാണെങ്കിൽ പേടിച്ചിട്ട് ഇങ്ങനെ പാമ്പേ പാമ്പേ എന്നൊക്കെ പറഞ്ഞൊക്കെ ജലജ വിളിക്കും. അപ്പോഴത്തേക്ക് നമ്മളെ നന്ദു ഇങ്ങനെ നോക്കുന്നുണ്ട്, ഇവരെന്താ ഇങ്ങനെ പരിങ്ങലിലൊക്കെ നിൽക്കുന്നത്, ഇവർക്ക് എന്താ പറ്റിയത്, അല്ലെങ്കിൽ എന്തെങ്കിലും ആവട്ടെ, ഇനിയിപ്പം ചടങ്ങ് മുടക്കാൻ വേണ്ടിയൊക്കെ ഇവരെന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ ഇവരെ പിന്നെ സ്ഥിരം പരിപാടിയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ നന്ദു ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെ നന്ദു അങ്ങോട്ട് വലിയ മൈൻഡ് ചെയ്യാനൊന്നും നന്ദു പോകുന്നില്ല. തണല് അവിടെ എല്ലാവരും നിൽക്കുന്ന സമയത്താണെങ്കിൽ ആ പാമ്പാണെങ്കിൽ എഴുതി അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നയന അയ്യോ പാമ്പ് എന്നും പറഞ്ഞിട്ട് നയന ഇങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് എല്ലാവരും നോക്കുന്നുണ്ട്. അപ്പം എല്ലാവരും ആ പാമ്പിനെ കാണുമ്പോഴാണെങ്കിൽ പേടിച്ചൊക്കെ നിൽക്കും. അങ്ങനെ എല്ലാവരും പറയുന്നുണ്ട് അതിൻ്റെ അടുത്തോട്ടൊന്നും ആരും പോകണ്ട, ഏതോ നല്ല വിഷമുള്ള പാമ്പാന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെല്ലാം പേടിച്ചിങ്ങനെ നിൽക്കും കേട്ടോ. ആ സമയത്താണെങ്കിൽ മുത്തശ്ശി ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്തായാലും ഈ പാമ്പ് ഇപ്പോൾ ഇത് എവിടെ നിന്ന് വരാനാന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശിൻ്റെ അടുത്ത് ചോദിക്കട്ടെ. എന്തായാലും ഇവിടെ നമുക്ക് കാടോ അങ്ങനെയൊന്നും ഇല്ലല്ലോ, പിന്നെ ഇതെങ്ങനെ ഇവിടെ വന്നെന്ന് ചോദിക്കും. ഇവിടെ ആരെങ്കിലും കൊണ്ടിടാതെ ഈ പാമ്പ് എന്തായാലും ഇവിടെ വരത്തില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ നന്ദു പറയുന്നുണ്ട്, എന്തായാലും ആരും അങ്ങോട്ട് പോകണ്ട, എനിക്കറിയുന്ന ഒരു പാമ്പ് പിടുത്തക്കാരനുണ്ട്, ഞാൻ അയാളെ വിളിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് നന്ദു ഫോൺ എടുത്തിട്ടാണെങ്കിൽ അയാളെ വിളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അയാൾ പിന്നെ വരുന്നേ കാണിക്കുന്നത്. അങ്ങനെ അയാൾ വന്നിട്ടാണെങ്കിൽ പറയുന്നുണ്ട്, എന്തായാലും ഇത് നല്ല മുറ്റിയ വിഷമുള്ള പാമ്പ്, എന്തായാലും നിങ്ങൾ ആരും ഇതിൻ്റെ അടുത്തോട്ടൊന്നും വരണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ അയാൾ പോയി ആ പാമ്പിനെ പിടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിടിച്ചിട്ട് പറയുന്നുണ്ട്, എന്തായാലും ഇത് അവിടെ ആരോ കൊണ്ടിട്ടതാണെന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ അതിനെയും കൊണ്ടങ്ങ് പോകുക കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ നന്ദുവിനാണെങ്കിൽ ഇങ്ങനെ ഓരോ സംശയങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിൽ വരുന്നുണ്ട്. കാര്യം വെച്ചാൽ നന്ദു അവിടെ നിൽക്കുന്ന സമയത്താണെങ്കിലും അഭിക്കാണെങ്കിലും ജലജയ്ക്കാണെങ്കിലും ഒരു മുഖത്തിനൊക്കെ ഒരു കള്ളലക്ഷണങ്ങളും കാര്യങ്ങളും ഒരു പരിങ്ങലൊക്കെ ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ നന്ദു ഇങ്ങനെ അവിടെ വന്നപ്പോൾ തൊട്ടുള്ള കാര്യങ്ങളൊക്കെ നന്ദു ഇങ്ങനെ ആലോചിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശൻ്റെ അടുത്ത് പറയുന്നുണ്ട്, മുത്തശ്ശ ഇതെന്തായാലും ഇവിടെ പിന്നെ കയറി വന്നതൊന്നും അല്ല, ഇവിടെ ഇത് ആരോ കൊണ്ടിട്ടതാണ് മുത്തശ്ശ. അപ്പോൾ എനിക്ക് ഒരു ചിലരെയൊക്കെ സംശയമുണ്ട്, ഇപ്പം എനിക്ക് അവരെയൊക്കെ കുറച്ച് ചോദ്യം ചെയ്യാനൊക്കെ എനിക്ക് അവരിപ്പം അറസ്റ്റ് ചെയ്യണമെന്നൊക്കെ ഇങ്ങനെ പറയുമ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, മോൾക്ക് അങ്ങനെ ഒരു സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മോൾ എന്തായാലും അവരെ ചോദ്യം ചെയ്തോ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശനാണെങ്കിൽ നന്ദുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട്, മോളെ നിനക്കത് പോലീസ് മുറയിൽ തന്നെ നിനക്ക് ചോദ്യം ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നന്ദു ആണെങ്കിൽ നേരെ ജലജയുടെ അടുത്ത് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ജലജയുടെ അടുത്ത് ഇങ്ങനെ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഞാൻ വന്നപ്പോൾ തൊട്ട് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, നിങ്ങളെന്തോ നിങ്ങൾക്കൊരു പരിങ്ങലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ എന്തോ ഇവിടെ എന്തോ ഒരു പാമ്പ് ഇവിടെ നടക്കാണല്ലോ, നിങ്ങൾ എപ്പോൾ നോക്കിയാലും ആ ഒരു ഫീലിൽ നിങ്ങളിവിടെ നടക്കുന്നത്, നിങ്ങളൊരു വെപ്രാളങ്ങൾ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മളെ നന്ദു ആണെങ്കിൽ ദേഷ്യം വന്നിട്ടാണെങ്കിൽ ചോദ്യം ചോദിച്ചിട്ടും ജലജ ഒന്നും പറയാത്തതുകൊണ്ട് നമ്മൾ നന്ദു ആണെങ്കിൽ ദേഷ്യം വന്നിട്ട് ജലജയ്ക്ക് ഒരു അടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നന്ദു ആണെങ്കിൽ
ആണെങ്കിൽ പറയുന്നുണ്ട്, മര്യാദയ്ക്ക് സത്യം പറയുന്നതാണ് നിങ്ങൾക്ക് നല്ലതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ജലജ പറയുന്നുണ്ട്, അല്ലേ പിന്നെ എനിക്കിതല്ലേ ജോലി എന്നൊക്കെ പറയുമോ, എനിക്ക് വേറെ ജോലിയൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിലും വീണ്ടും നമ്മളെ നന്ദു ഇങ്ങനെ ചോദ്യം ചെയ്യുന്ന സമയത്താണല്ലോ അഭി ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ എൻ്റെ അമ്മയെ അടിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മളെ നന്ദു പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരെല്ലാം ആരെങ്കിലും ഒരാളാണ് ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നത്, അത് ആരെയും കൊല്ലാൻ വേണ്ടി നിങ്ങളത് ചെയ്തത്, പക്ഷേ അത് ആരാണെന്നുള്ള കാര്യം നിങ്ങൾ സത്യം പറഞ്ഞില്ലെങ്കിൽ നിങ്ങളെ ഞാൻ അറസ്റ്റ് ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ജലജയാണെങ്കിൽ പേടിച്ചിട്ട് പറയുന്നുണ്ട്, അയ്യോ എന്നെ ഒന്നും ചെയ്യില്ലേ, ഞാനല്ല ഇതിനകത്ത് ഉത്തരവാദി, ഇവനാണെങ്കിൽ ഇവൻ്റെ കൂട്ടുകാർ പറഞ്ഞിട്ട് ഇവനെ അവിടെ പാമ്പിനെ കൊണ്ടിട്ടേന്നൊക്കെ ഇങ്ങനെ ജലജയാണെങ്കിൽ അങ്ങ് പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ നന്ദു ചോദിക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ ആരെ കൊല്ലാൻ വേണ്ടി ഇവിടെ കൊണ്ടിട്ടേന്ന് ചോദിക്കുന്ന സമയത്ത് ജലജ പറയുന്നുണ്ട്, അത് ആരെയും കൊല്ലാൻ വേണ്ടി ഒന്നും കൊണ്ടിട്ടേ അല്ല, അത് ഇവിടെ ഇങ്ങനെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്തോ വീട്ടിലെന്തോ ഐശ്വര്യം ഉണ്ടാവും അങ്ങനെയൊക്കെ ഇവൻ്റെ കൂട്ടുകാരൻ പറഞ്ഞ്, പിന്നെ എന്തോ ഒരു ദോഷം ഒഴിക്കാനൊക്കെ വേണ്ടിയാ ഇവൻ ഇങ്ങനെ ചെയ്തെന്നൊക്കെ അങ്ങനെ ഉരുണ്ട് കളിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിലും മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്താ തലയ്ക്ക് എന്താ വട്ട് വല്ലതും ഉണ്ടോ, ആരെങ്കിലും വീട്ടിൽ പാമ്പിനെ കൊണ്ടുവച്ചിട്ട് വല്ല ദോഷവും ഒഴിപ്പിക്കുമോ, പിന്നെ എന്തെങ്കിലും ഈ സർപ്പദോഷം അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഇങ്ങനെ ഒഴിപ്പിക്കുന്നതൊക്കെ കഥകളുണ്ട്, പക്ഷേ അത് പിന്നെ വീടിനകത്ത് ആരെങ്കിലും പാമ്പിനെ കൊണ്ട് വെച്ചിട്ടാണോ അതൊക്കെ ചെയ്യുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്താ അതിൻ്റെ ബുദ്ധിയൊന്നും ഇല്ലയെന്ന് ചോദിക്കുന്ന സമയത്ത് ജലജ പറയുന്നുണ്ട്, അച്ഛനിക്കറിയാലോ എൻ്റെ മോനിക്കാണെങ്കിൽ ബുദ്ധി എന്ന് പറഞ്ഞാൽ ഒരൊട്ടും ഇല്ല എന്നുള്ള കാര്യം അച്ഛനിക്കറിയാലോ, അവനിങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവനത് കണക്ക് ഇങ്ങനെ ചെയ്യുന്ന എന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ ഇവർ രണ്ടുകൂടെ ഉരുണ്ട് കളിച്ചിട്ട് എങ്ങനെയെങ്കിലും ഈ കേസിൽ നിന്ന് അവർ ഒഴിഞ്ഞു മാറുന്നുണ്ട് കേട്ടോ. ആ സമയത്താണല്ലോ നന്ദു പറയുന്നുണ്ട്, എന്തായാലും നിങ്ങൾ പറഞ്ഞത് ഞാൻ അങ്ങോട്ട് വിശ്വസിച്ചെന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട എന്നൊക്കെ ഇങ്ങനെ നന്ദും പറയുന്നുണ്ട്. നന്ദു പറയുന്നുണ്ട്, എന്തായാലും ഞാനങ്ങോട്ട് വിശ്വസിച്ചെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട, ഇതിനെക്കുറിച്ച് ഞാൻ ഒന്നും കൂടെ അന്വേഷിക്കുന്നുണ്ട്, ആ സമയത്ത് നിങ്ങളാണ് ഇതിവിടെ ചെയ്തതെന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേ നിങ്ങളെ അറസ്റ്റ് ചെയ്ത് ഞാൻ കൊണ്ടുപോയിരിക്കും, പിന്നെ നിങ്ങളെ കാര്യം പിന്നെ പോക്കാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നന്ദു. അപ്പം ഇത് കേൾക്കുമ്പോഴാണെങ്കിൽ നമ്മൾ ജലജയും അഭിയാണെങ്കിൽ ആ ഒരു ഷോക്കോടെയൊക്കെ കേട്ടോ നിൽക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.